ഹായ് വെൽക്കം ടു ഈസി എക്സൽ. എക്സലിൽ ഡേറ്റാബേസ് ഫങ്ഷൻസിനകത്ത് വരുന്ന ഒരു ഫങ്ഷനാണ് DSum. അത് നമുക്ക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് സം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ DSum ഉപയോഗിക്കുന്നത്. ആ ഒരു ഫങ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഐറ്റംസിൻ്റെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് സെയിൽസും അതിൻ്റെ ടോട്ടൽ സെയിൽസുമാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് തൊട്ട് ഇത്ര സെല്ല് വരെയുള്ള ആ ഒരു എമൗണ്ടിൻ്റെ ടോട്ടൽ, അതാണ് നമ്മൾ സം ഉപയോഗിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ DSum എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കുന്നതാണ് DSum എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഐറ്റം അതിൻ്റെ നമുക്ക് ഇത്ര എമൗണ്ടിന് താഴെ, അപ്പോൾ അതായത് ഒരു ഇപ്പോൾ സോഫ എന്ന് പറയുന്നത് 10,000-ന് താഴെ എന്തുമാത്രം എമൗണ്ടിനാണ് സെയിൽ ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ആ ഒരു ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ ഒരു DSum എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ FX എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. DSum എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ താഴെ കാറ്റഗറി സെലക്ട് ചെയ്യാം. കാറ്റഗറി എന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. ഇവിടെ ഡേറ്റാബേസ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഡേറ്റാബേസ് ഫങ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് DSum എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ താഴെ അതിൻ്റെ മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ DSumന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്: ഡേറ്റാബേസ്, ഫീൽഡ്, ക്രൈറ്റീരിയ. ഇനി അതിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ആഡ്സ് ദ നമ്പേഴ്സ് ഇൻ ദി ഫീൽഡ് ഓർ കോളം ഓഫ് റെക്കോർഡ്സ് ഇൻ ദി ഡേറ്റാബേസ് ദാറ്റ് മാച്ച് ദി കണ്ടീഷൻസ് യു സ്പെസിഫൈ. ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ പറയും. ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു ഫീൽഡിലെ നമ്പേഴ്സ്, ആ നമ്പേഴ്സിനെ ആഡ് ചെയ്യുവാണ് ഇവിടെ DSum ചെയ്യുന്നത്. ഇനി ഇത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് വിൻഡോ വരും. അതിനകത്ത് ആ DSumൻ്റെ 3 ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഡേറ്റാബേസ്. ഡേറ്റാബേസിൻ്റെ മീനിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റാബേസ് ഈസ് ദി റേഞ്ച് ഓഫ് സെൽസ് ദാറ്റ് മേക്സ് അപ്പ് ദി ലിസ്റ്റ് ഓർ ഡേറ്റാബേസ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ, ആ ഒരു ഡേറ്റയിനെയാണ് ഇവിടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അടുത്ത ഫീൽഡാണ്. ഫീൽഡിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഫീൽഡ് ഈസ് എയ്തർ ദി ലേബൽ ഓഫ് ദി കോളം ഇൻ ഡബിൾ കൊട്ടേഷൻ മാർക്സ്. ഇപ്പം ഇവിടെ ലേബൽ ഓഫ് ദി കോളം എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഹെഡിങ്ങിനെയാണ് ഇവിടെ ലേബൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ സെയിൽസിൻ്റെ സമ്മാണ് കാണേണ്ടതെങ്കിൽ ഇവിടുത്തെ ലേബൽ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ആ ഒരു ലേബലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ടോട്ടൽ സെയിലിൻ്റെ സമ്മ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ടോട്ടൽ സെയിൽസ് എന്നുള്ള ആ ഒരു സെല്ല് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ വേണം കൊടുക്കാനായിട്ട്. മൂന്നാമത്തെയാണ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഞ്ച് ഓഫ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ കണ്ടീഷൻസ് യു സ്പെസിഫൈ. നമ്മൾ പറയുന്ന കണ്ടീഷൻ, ആ കണ്ടീഷനുള്ള റേഞ്ച് ഓഫ് സെൽസിനെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത് ക്യാൻസൽ കൊടുക്കാം. ആദ്യം ഈ ക്രൈറ്റീരിയ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലേബൽസ് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. ആദ്യം ഇവിടെ കണ്ടീഷൻ നമുക്ക് കൊടുക്കാം, അതായത് ക്രൈറ്റീരിയ. ഇവിടെ നമുക്ക് ഐറ്റംസിൽ ഇപ്പം ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിൻ്റെ ടോട്ടൽ സെയിൽ മാത്രം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഐറ്റംസ് എന്ന് കൊടുത്തേക്കുന്നതിൻ്റെ താഴെയായിട്ട് നമ്മൾ ടേബിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അത് തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം ഇങ്ങനെ DSum എന്ന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സെല്ലിൽ. ഇനി ഏത് സെല്ലിലേക്കാണോ നമുക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ FX ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും ചെയ്യാം. അപ്പം ഇനി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഈക്വൽ സൈൻ ഇട്ടു, അതിനുശേഷം DSum എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ ഓപ്പൺ പരാന്തസിസ് കൊടുത്തതിന് ശേഷം അവിടെ വന്നിട്ടുണ്ട് ഡേറ്റാബേസ്, ഫീൽഡ്, ക്രൈറ്റീരിയ. അതിനാദ്യം നമ്മൾ ഡേറ്റാബേസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡേറ്റാബേസ് സെലക്ട് ചെയ്യേണ്ട ആദ്യം നമുക്ക് വേണമെങ്കിൽ
ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും താഴത്തെ സെല്ല് വരെ സെലക്ട് ആവും. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് വലിയ ഡേറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടായാലും സെലക്ട് ചെയ്താൽ മതി. ഇനി ഡേറ്റാബേസ് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്. ആ ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഫീൽഡ് സെലക്ട് ചെയ്യണം. ഇപ്പം ടോട്ടൽ സെയിലാണ് എനിക്ക് ആ ഒരു ടേബിളിൻ്റെ ടോട്ടൽ സെയിൽ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലേബലാണ്, അതായത് ആ ഒരു കോളത്തിൻ്റെ ലേബൽ. ഇവിടെ അതിൻ്റെ ലേബൽ എന്ന് പറയുന്നത് ടോട്ടൽ സെയിലാണ്. അപ്പം ടോട്ടൽ സെയിൽസിൻ്റെ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തു, അതായത് F2. അതിനുശേഷം വീണ്ടും കോമ ഇടുക. ഇനി അടുത്തത് ക്രൈറ്റീരിയ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനിക്കിവിടെ ഐറ്റംസ് ടേബിൾ, അതാണ് എൻ്റെ ക്രൈറ്റീരിയ. അതായത് ടോട്ടൽ സെയിൽസിൽ എനിക്ക് ടേബിളിൻ്റെ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഐറ്റംസ് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു 2 സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോഴത്തേക്കിനും നമുക്കതിൻ്റെ ടേബിളിൻ്റെ മാത്രമായിട്ടുള്ള ടോട്ടൽ സെയിൽസ് കിട്ടി. ഇനി ഇവിടെ എനിക്ക് ടേബിളും അതിൻ്റെ കൂടെ തന്നെ ചെയറും കൂടെ വേണം, അതിൻ്റെയും കൂടെ ടോട്ടൽ സെയിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ താഴെയായിട്ട് ചെയർ എന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് FX ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഡേറ്റാബേസ് എന്നുള്ള സെലക്ട് ആയിട്ടുണ്ട്. അതിനകത്ത് DSum എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഡേറ്റാബേസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫീൽഡ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആണ്. ആ ടോട്ടൽ സെയിൽസിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഐറ്റംസ് ടേബിളും ചെയറുമാണ്. അപ്പം ആ 3 സെല്ലും സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ചെയറിൻ്റെയും ടേബിളിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടി. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇനി ടേബിളിൻ്റെ ജാനുവരിയിൽ ഇപ്പം 5000-ന് താഴെ എന്തുമാത്രം എമൗണ്ടിനാണ് സെയിൽ നടന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ജാനുവരി എന്നിവ കൊടുത്തേക്കുന്ന ആ ഒരു ലേബലിന് താഴെയായിട്ട് ലെസ് ദാൻ 5000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സിൽ ഡേറ്റാബേസും ഫീൽഡും ക്രൈറ്റീരിയയും സെലക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഡേറ്റാബേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ജാനുവരിയിലെയാണ് കാണേണ്ടത്. അതുകൊണ്ട് ജാനുവരിയുടെ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവിടെ ഐറ്റംസ് ടേബിളും ജാനുവരി ലെസ് ദാൻ 5000, അതാണ് ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു 4 സെല്ലും കൂടെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട് 9200. ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ടൊരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അവിടെ ഈക്വൽ സൈൻ കൊടുത്തിട്ട് ആ ടേബിളിനകത്ത് നോക്കാം 5000-ന് താഴെയായിട്ട് ഏതൊക്കെ എമൗണ്ടാണോ ഉള്ളതെന്ന്. അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലെസ് ദാൻ 5000-നകത്ത് ഈ 5000 എന്ന് കൊടുത്തേക്കുന്നത് വരത്തില്ല. 5000-ന് താഴെ തൊട്ടുള്ളതേ വരുള്ളൂ. അപ്പോൾ ഇവിടെ 5000 കൂട്ടത്തില്ല. ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോഴത്തേക്കിനും നമുക്കിവിടെ 9200 തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് എക്സലിൽ നമുക്ക് DSum ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്